മറ്റൊരാളുടെയും അല്ല, ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് സ്വന്തമായൊരു വീട്. സ്വന്തമായി ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി ഒരുപാട് കാശൊക്കെ ചെലവാക്കി ഒരു വീട് വെച്ചതിന് ശേഷം സന്തോഷവും സമാധാനവും ഇല്ല, വാസ്തുശാസ്ത്രത്തിലോ എന്തൊക്കെയോ പിഴവുകൾ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന അതിഥി ഇന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. വാസ്തുവിദ്യയിൽ 25 വർഷങ്ങൾക്കേറെ പരിചയ സമ്പത്തുള്ള പി ദേവനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ അതിഥി നമ്മളുടെ ഒപ്പം ഉണ്ട്. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണമെന്ന് നമുക്കറിയാം. അപ്പം ദേവൻ ചേട്ടാ നമസ്കാരം. ചേട്ടാ, നമ്മള് ഈ വാസ്തുവിദ്യ അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം ഇന്ന് എത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. പണ്ടുള്ളതിനേക്കാൾ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ടോ? എന്താ ചേട്ടൻ്റെ ഒരു അഭിപ്രായം? ഇല്ല, പണ്ടത്തെക്കാളും വേണമെങ്കിൽ പ്രാധാന്യം കൂടി വരികയാണ് ഇന്നത്തെ കാര്യം. കാരണം ഇന്നിപ്പോ നേരത്തേക്കെന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദു ഓരോ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു വാസ്തു എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രം എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല, എല്ലാ മതവിഭാഗങ്ങളും എല്ലാ മനുഷ്യരും ഇതിലേക്ക് ഇതിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും അത് പ്രായോഗത്തിൽ വരുത്താനും ഒക്കെ ശ്രമിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ പൊതുവെ വാസ്തുശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വാസ്തുശാസ്ത്രം നമ്മുടെ വേദകാലത്തോടൊപ്പം വന്നിട്ടുള്ളതാണ്. ഏതാണ്ട് 5000 വർഷം മുമ്പ് വന്നതാണ്. അതിനുശേഷം ഒരുപാട് പരിവർത്തനങ്ങൾ വന്ന് പിന്നീട് അത് കുറേയും കൂടി പരിഷ്കരിച്ച ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആധുനിക കാലമാണ്. നമ്മൾ അന്നത്തെ ഒരു 100 വർഷം മുമ്പുള്ള കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ 50 വർഷം മുമ്പുള്ള കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. നേരത്തെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ പ്രദേശത്ത് സാധാരണഗതിയിൽ ഓലമേഞ്ഞ വീടുകളായിരുന്നു. ഓലമേഞ്ഞ വീടുകൾ മാറി പിന്നീട് ഓടുമേഞ്ഞ വീടുകളായി. ഇന്നിപ്പോൾ കംപ്ലീറ്റ് കോൺക്രീറ്റ് സംസ്കാരത്തിലേക്ക് നമ്മൾ മാറി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഫ്ലാറ്റ് ഉൾപ്പെടെയാണെങ്കിലും വാസ്തു നോക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണണം. പലരും ജീവിതത്തിൽ വീട് വെക്കുന്നതിന് മുമ്പും വീട് വെച്ചതിന് ശേഷമൊക്കെ വാസ്തു നോക്കുന്ന ആളുകളുണ്ട്. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാൻ. എന്നാൽ പഴയ കാലത്തേക്കാളും വളരെ പ്രസക്തവും പ്രാധാന്യവുമുള്ള ഒരു മേഖലയാണ് വാസ്തുശാസ്ത്രം. അപ്പൊ ആദ്യത്തെ ഉത്തരത്തിൽ തന്നെ വലിയൊരു തെറ്റിദ്ധാരണയാണ്. നമ്മള് മോഡേൺ ലൈഫില് പുതിയ യുഗങ്ങള്, പുതിയ ആൾക്കാർ, പുതിയ തലമുറ വരുമ്പോ ശരിക്ക് വാസ്തുവിദ്യയുടെ പ്രാധാന്യം കുറഞ്ഞു എന്നുള്ളതായിരുന്നു ഒരു പൊതുവായൊരു സംസാരം. അപ്പൊ എന്തായാലും അതിനൊരു ക്ലാരിറ്റി ആയി അല്ലെ? ശരിക്കും പറഞ്ഞാല് ചേട്ടാ, നമ്മളൊരു വീട് വെക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ വീട് വെച്ചതിന് ശേഷം, ഇത് രണ്ട് കാര്യങ്ങളാണ്. എങ്ങനെയാണ് വാസ്തുവിദ്യ നോക്കേണ്ടത്, അല്ലെങ്കിൽ വാസ്തുശാസ്ത്രത്തിന് ഏറ്റവും കൂടുതൽ എളുപ്പം, അല്ലെങ്കിൽ ശരിയായ രീതി വീട് വെക്കുന്നതിന് മുൻപാണോ വെച്ചതിന് ശേഷമാണോ? അതായത് വീട് വെക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ഭൂമിയിലാണല്ലോ വീട് വെക്കുന്നത്. ആ ഭൂമി അല്ലെങ്കിൽ ആ സ്ഥലം നമ്മൾ വാങ്ങുമ്പോൾ ആ സമയത്ത് മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഞ്ചഭൂതങ്ങളാൽ ഊർജ്ജം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ അന്തരീക്ഷം. ഭൂമി, ആകാശം, ജലം, വായു, അഗ്നി, ഇതാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഭൂമിയുണ്ട്, ആകാശമുണ്ട്, ജലമുണ്ട്, അഗ്നി എന്ന് പറഞ്ഞാൽ തീയാണ്. ഇതൊക്കെ നമുക്കറിയാം. വായു, ഇതെല്ലാം കൂടുന്നതാണ് പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് സൂര്യൻ്റെ ഊർജ്ജമാണ്, സൂര്യൻ്റെ എനർജി. അതിനാണ് നമ്മൾ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. സൂര്യപ്രകാശം ഇല്ലെങ്കിൽ നമുക്ക് പ്രപഞ്ചമില്ല, പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സൂര്യപ്രകാശം കൃത്യമായിട്ട് കിട്ടുന്ന ഭൂമിയായിരിക്കണം. ഉദയസൂര്യൻ്റെ രശ്മികൾ ഭൂമിയിലേക്ക് കടന്നു വരണം. ആ രശ്മികളാണ് നമ്മുടെ ഭൂമിയിൽ എനർജി അപ്ലൈ ചെയ്യുന്നത്. ആ എനർജി പുറത്തേക്ക് പോകാതെ നമ്മുടെ ഭൂമിയിൽ തന്നെ നിൽക്കുന്ന സംവിധാനത്തിൽ ഭൂമി ക്രമീകരിക്കണം. അതിനുള്ള സംവിധാനം നമ്മൾ വീട് വെക്കുന്നതിന് മുമ്പ് ഭൂമി പരിശോധിക്കണം. അതിനറിയാവുന്ന വാസ്തു വിദഗ്ധരെ കൊണ്ട് ഭൂമി പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അടുത്ത ഘട്ടം വീടിൻ്റെ പ്ലാൻ, രൂപരേഖ തയ്യാറാക്കുക. എത്ര മുറികൾ വേണം, ഈ മുറികൾ എങ്ങനെ വേണം, വീടിൻ്റെ എത്ര സ്ക്വയർ ഫീറ്റ് വേണം, ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് നമ്മൾ വീടിൻ്റെ നിർമ്മാണ പ്രക്രിയയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഒന്ന്, ആദ്യം ഭൂമി പരിശോധിക്കുക. 2, പ്ലാൻ കൃത്യമായ രീതിയിൽ വാസ്തുവിധി പ്രകാരം പരിശോധിച്ച് കറക്റ്റ് ചെയ്യുക. 3-ാമതാണ് വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഇതാണ് എൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു പ്രക്രിയ. അപ്പൊ ഒരു വീട് വെച്ചതിന് ശേഷം, ഒരുപാട് സ്വപ്നങ്ങളോട് കൂടി ഒരു വീട് വെച്ചതിന് ശേഷം ഒരാള് പറയുകയാണ് വാസ്തു നോക്കാതെയാണ് വെച്ചത് എന്ന് പറഞ്ഞൊരു ഭയത്തിന്റെ ഉള്ളിൽ ഒരാൾ ചേട്ടടുത്ത് വരികയാണ്, വീട് വെച്ചുപോയി, പക്ഷെ ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരാൾ ചേട്ടടുത്ത് വരികയാണെങ്കിൽ പിന്നെ ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, അങ്ങനെയാണോ? എന്താണ്? തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവും. അവർ വീട് വെച്ച് എല്ലാവർക്കും ചിലപ്പോൾ ഒരു വാസ്തു കൃത്യമായ രീതിയിൽ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് അറിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം അങ്ങനെ ചെയ്യാം. ആ ഒരു വീട് വെച്ചതിന് ശേഷം ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഒരു പക്ഷേ അത് വാസ്തു ഒന്ന് നോക്കിക്കളയാം എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ നോക്കിയാലും പരിഹരിക്കാവുന്ന ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് പരിഹരിക്കാൻ കഴിയും. ഒരു പൊളിക്കലോ തകർക്കലോ ഇല്ലാത്ത രീതിയിൽ. ഇപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ വരുന്നത് കണക്കുണ്ട്. കൃത്യമായിട്ടുള്ള കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ മുന്നോട്ട് പോകുന്നത്.
വീടിൻ്റെ മുറികൾക്ക് കണക്കുണ്ട്, വീടിൻ്റെ ഒട്ടായുള്ള ഒരു ചുറ്റളവിന് കണക്കുണ്ട്, വീടിൻ്റെ മുറികളുടെ പൊസിഷൻ സ്ഥാനങ്ങളുണ്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും വലിയ ഗൗരവമായ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. കണക്കിൻ്റെ കാര്യത്തിലും സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടും വേണം. കണക്ക് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതായത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നീ 5 ഘട്ടങ്ങളിലാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ കണക്ക് പോകുന്നത്. അതിൽ ചില കണക്കുകളൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല, ചില സ്വീകരിക്കാൻ കഴിയും. അപ്പോൾ കൃത്യമായിട്ട് ഉത്തമത്തിലോ മധ്യമത്തിലോ വരുന്ന കണക്കുകൾ അതിൽ നമ്മൾക്ക് സൂട്ടബിളായിട്ട് വിധത്തിൽ അത് പ്രയോഗിക്കുക. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ചേട്ടൻ പറയുന്നത് നമ്മൾ ഒരു വീട് വെച്ചതിന് ശേഷമാണെങ്കിലും കേൾക്കുന്ന പ്രേക്ഷകര് ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു വീട് വെച്ചതിന് ശേഷമാണ് നിങ്ങളുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും പറയാണ് വാസ്തു നോക്കണമായിരുന്നു, അങ്ങനെയുള്ളവരൊന്നും ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ ഉണ്ട്. നിങ്ങളുടെ വീടിന് യാതൊരു മാറ്റങ്ങളോ പൊളിക്കലോ ഒന്നും സംഭവിക്കാതെ തന്നെ പല രീതിയിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും. അതാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സ്ഥലം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, ഭയങ്കര വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വാസ്തുക്ക് അനുസരിച്ച് ഒരു സ്ഥലം വാങ്ങുക എന്നുള്ള പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ആൾക്കാർ 1 സെന്റ്, 1/2 സെന്റ്, 2 സെന്റ്. അപ്പൊ ഈ ചെറിയ ഒരു സ്ഥലത്തിൽ വീട് വെക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? സ്ഥലപരിമിതി വളരെ വ്യാപകമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. സ്ഥലം വളരെ കുറഞ്ഞു വരുന്നു, വീടുകൾ കൂടി വരുന്നു. വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ 5 സെന്റ്, 3 സെന്റ്, 2 സെന്റിലൊക്കെ വീട് വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് ചെറിയ സ്ഥലമാണെങ്കിലും നമുക്കതിൻ്റെ കൃത്യമായ ക്രമീകരണത്തിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു വാസ്തുവിൻ്റെ ചില ദിക്കുകളിലേക്കുള്ള ചരിവുകൾ, ഇപ്പോൾ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വീടാണെങ്കിൽ ആ ഭൂമി മൊത്തത്തിൽ കിഴക്കോട്ടും വടക്കോട്ടും ചരിഞ്ഞ ഒരു രീതിയിൽ നമ്മൾ ക്രമീകരിക്കണം. അതായത് വെള്ളം സ്വാഭാവികമായിട്ടുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കിഴക്കോട്ടോ വടക്കോട്ടോ ആ ഭൂമിയിലുണ്ടാവും. അത് മാത്രമല്ല കിഴക്കോട്ട് ദർശനമുള്ള വീടിൻ്റെ കിഴക്ക് ഭാഗം ചരിഞ്ഞിരിക്കണം, ഭൂമി ചരിഞ്ഞിരിക്കണം. അതായത് സൂര്യപ്രകാശം കൃത്യമായിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് അത് പോകാത്ത വിധത്തിൽ ആ ഊർജ്ജം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഭൂമിയിലെ ജൈവഘടനയൊക്കെ സമ്പന്നമാക്കുന്ന രീതിയിലുള്ള ഒരു ഊർജ്ജ പ്രവാഹം ഉണ്ടാകും. ഇതാണ് പ്രധാനമായിട്ട് അതിൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഭൂമി ക്രമീകരിക്കാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ നമ്മൾ വീട് വെക്കുന്നതിന് മുമ്പ് ഭൂമി നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. എല്ലാ ഭൂമികളൊന്നും കൃത്യമായ രീതിയിലൊന്നും കിട്ടില്ല, വളരെ കുറഞ്ഞ വലിയ പണച്ചെലവുള്ളൊരു കാര്യമാണ്. കിട്ടുന്ന ഭൂമി വളരെ കൃത്യമായിട്ട് പരിശോധിച്ച് ക്രമീകരിച്ച് നമുക്ക് വാസ്തുവിധി പ്രകാരം അനുയോജ്യമായിട്ട് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അതായത് 1 സെന്റ് 2 സെന്റ് ഒന്നും ഒരു വിഷയമല്ല, എത്ര ചെറുതാണെങ്കിലും വിഷയമല്ല, അത് വലുതാണെങ്കിലും വിഷയമല്ല. പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 ഏക്കർ 2 ഏക്കർ 3 ഏക്കറുള്ള വളപ്പുകളിലായിരുന്നു പുരയിടത്തിലായിരുന്നു വീട് വെച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് അത് നടക്കില്ല. വളരെ കുറഞ്ഞ ചെറിയ ഭൂമികളിലാണ് വീട് വെക്കാൻ കഴിയുള്ളൂ. അതാണ് ഇന്നത്തെ സാഹചര്യം. അപ്പോൾ അത് മനസ്സിലായിക്കൊണ്ട് തന്നെ ഏത് ഭൂമി എടുത്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ കൃഷിക്ക് മാത്രം മാറ്റിയിട്ടുള്ള കൃഷിഭൂമികൾ നമ്മൾ ഒരിക്കലും വീട് വെക്കാൻ പാടില്ലെന്നാണ്. അത് പ്രകൃതിയുമായി പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജൈവ സമ്പന്നമായ ഒരു ഭൂമിയായിരിക്കും. അവിടെ നമ്മൾ വീട് വെക്കുന്നതെന്ന് വെച്ചാൽ പണ്ട് കൃഷി നടന്നിരുന്നൊരു ഭൂമിയാണെങ്കിൽ ആ ഭൂമിയുടെ സ്വഭാവം തന്നെ മാറിപ്പോകും. അത് വേറെ മണ്ണിട്ട് നികത്തി അവിടെ വീട് വെക്കാന്ന് പറയുമ്പോൾ ആ ഭൂമിയുടെ ശരിയായിട്ടുള്ളൊരു ഊർജ്ജപ്രവാഹം നഷ്ടപ്പെടുകയും അത് നമുക്ക് സുഖകരമല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചേട്ടനൊരു 25 വർഷത്തോളമായി ഈ ഫീൽഡ് എന്ന് പറയരുത്, ഈ ശാസ്ത്രത്തിൽ എന്ന് തന്നെ പറയണം. ഏതെങ്കിലും ഒരു ഭൂമി കണ്ടിട്ട് ഒരാള് ഒരു വീട് വെക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടിട്ട് ഇവിടെ വീട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു? അങ്ങനെ ചില അപൂർവമായിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഭൂമി നോക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ആ ഭൂമി അത്ര ഓരോ തരത്തിലും നോക്കാം. കാരണം ഒരുപാട് മാലിന്യങ്ങൾ കിട്ടുന്ന കരുതിയിട്ടുള്ള ഭൂമിയാണ്. വേസ്റ്റുകൾ, പ്ലാസ്റ്റിക്കും മറ്റു സാധനങ്ങളും കിട്ടുന്ന കത്തി അതിൻ്റെ ആ ഒരു ജൈവഘടന തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. ആ ഭൂമിയിൽ വീട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഭൂമിയിൽ നിന്നുള്ള എനർജി, നല്ലൊരു എനർജി നമുക്ക് കിട്ടില്ല. അതിനാണ് നമ്മൾ നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ ആ വേസ്റ്റ് മുഴുവൻ മാറ്റിയതിന് ശേഷം 1 അടിയും കൂടെ ഭൂമി പൊക്കണം. അതായത് ആ റോഡിനേക്കാൾ 1 അടി മുകളിലേക്ക് ഭൂമി പൊക്കി ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ അത്യാവശ്യം കഴിഞ്ഞുകൂടാം. അപ്പോൾ അവർക്കത് അത്രയ്ക്കും വലിയ ആ വേസ്റ്റ് മാറ്റുക, അത് പിന്നെ പൊക്കം കൂട്ടുക എന്നൊക്കെ പറഞ്ഞാൽ പ്രായോഗികമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ എടുക്കാതിരിക്കണമല്ലെന്ന് പറയേണ്ടതുണ്ട്. അല്ലാതെ മൊത്തത്തിൽ അങ്ങനെയുള്ള ഭൂമികൾ നമുക്ക് എല്ലാ ഭൂമികളും അങ്ങനെ ആവണമെന്നില്ല. നല്ല ഭൂമികൾ ധാരാളമുണ്ട്. പക്ഷെ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ഭൂമി അത് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ അത് ക്രമീകരിക്കാവുന്നതാണ്. അത് സംസ്കരിക്കാമെന്ന് പറയുന്നത്. ക്രമീകരിച്ച് നമുക്ക് ക്രമപ്പെടുത്തിയിട്ട് നമുക്ക് അവിടെ വാസ്തുവിധി പ്രകാരം വീട് വെക്കാൻ കഴിയും. അല്ലാതെ എല്ലാ വീടുകൾക്കും നമുക്കിപ്പം എല്ലാ ഭൂമികളും നമുക്ക് കൃത്യമായി വാസ്തുവിധി പ്രകാരം കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. കിട്ടുന്ന ഭൂമി കൃത്യമായിട്ട് അത് പരിശോധിച്ച് അതിന് ചെയ്യാവുന്ന നമുക്ക് എല്ലാ സാധ്യതകളും പരിശോധിച്ച് ചെയ്യാവുന്ന ക്രമീകരണങ്ങളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും.
അതായത് നമുക്കൊരു വീട് വെക്കാൻ ഒരു പര്യാപ്തമായിട്ടുള്ള ഒരു ഭൂമി അല്ലെങ്കിൽ പോലും പല ക്രിയകളാലും പല ക്രമീകരണങ്ങളാലും അതിനെ നമുക്ക് പ്രാപ്തിയുള്ളതാക്കി എടുക്കാൻ പറ്റും അല്ലെ? ചിലപ്പോ പറഞ്ഞാൽ നെഗറ്റീവ് എനർജി, ഈ വാസ്തുശാസ്ത്രവും അല്ലെങ്കിൽ അതും ഈ പ്രേതവുമായി വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. വാസ്തുശാസ്ത്രം അത്തരം കാര്യങ്ങളിലൊന്നും അല്ല വാസ്തുശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടും പ്രചരണവും. വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നിർമ്മാണ പ്രക്രിയ, പൗരാണികമായിട്ടുള്ള നിർമ്മാണ പ്രക്രിയ, പണ്ട് കാലത്തുള്ള ഒരു നിർമ്മാണ പ്രക്രിയ. അത് ആധുനിക കാലഘട്ടത്തിൽ ഇന്നത്തെ സാഹചര്യവുമായി മനുഷ്യ സമൂഹത്തിന്റെ ജീവിത രീതിയുമായിട്ട് സമന്വയിപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രപഞ്ചവും മനുഷ്യനും വീടും തമ്മിൽ ഒരു അലൈൻമെന്റ് ഉണ്ടാക്കി നമ്മുടെ അലൈൻമെന്റിൽ വരണം. കാരണം പ്രപഞ്ചത്തിന് വലിയ പ്രകൃതിക്ക് എതിരായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. പ്രകൃതിക്ക് അനുകൂലമായ രീതിയിൽ നമ്മൾ വീട് വെക്കുക, അതിൽ സുഖമായിട്ട് താമസിക്കാൻ കഴിയുക. ഇതാണ് വാസ്തുശാസ്ത്രം വിഭാവനം ചെയ്യുന്നത്. അല്ല വാസ്തുശാസ്ത്രത്തിൽ വേറെ മാജിക്കോ അത്ഭുതങ്ങളോ ഒന്നുമില്ല. ഈ കന്നിമൂല പ്രശ്നക്കാരനാണോ? അതിന്റെ വാസ്തു ശരിയാത്തോണ്ട് ജനേല വന്ന് അടയുന്നു, അവിടെ നെഗറ്റീവ് എനർജി ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്യാതെ പോയിട്ടുണ്ട്, ഒരു സ്ഥലം കാണിച്ചു, ചേട്ടൻ അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യുന്നത്?